നമസ്കാരം. ഇസ്രയേലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച ജിനേഷിന്റെ ഭാര്യ രേഷ്മയുടെ ആത്മഹത്യയിൽ ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഇടപെടലെന്ന് കാണിച്ച് കുടുംബം പരാതി നൽകിയതിന് പിന്നാലെ നിർണായക വെളിപ്പെടുത്തൽ. ബ്ലേഡ് മാഫിയയുടെ ഭീഷണി സംഘത്തിനുണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ചവരുടെ കുടുംബ സുഹൃത്ത് വെളിപ്പെടുത്തൽ നടത്തി. താമരശ്ശേരി സ്വദേശി ശ്രീഹരിയാണ് ഇവരുടെ മരണത്തിൽ രേഷ്മയുടെയും ജിനേഷിന്റെയും മരണത്തിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ജിനേഷ് ഇസ്രായേലിലേക്ക് പോകുന്നതിന് 3 മാസം മുൻപ് രേഷ്മയ്ക്കൊപ്പം തന്നെ കാണാൻ വന്നിരുന്നുവെന്ന് ശ്രീഹരി ഒരു ചാനലിനോട് വെളിപ്പെടുത്തി. ജിനേഷിനെ ആക്രമിച്ച വിവരമടക്കം രേഷ്മ പങ്കുവച്ചിരുന്നു. ബ്ലേഡ് പലിശക്കാരായ ബീനാച്ചി സ്വദേശികളായ സഹോദരങ്ങളും താനുമായി കേസ് നിലനിൽക്കുന്നത് അറിഞ്ഞാണ് രേഷ്മയും ജിനേഷും കാണാൻ വന്നതെന്നും ശ്രീഹരി വ്യക്തമാക്കുന്നു. ജിനേഷ് ഇസ്രായേലിലേക്ക് പോകുന്നതിന്റെ 3 മാസം മുൻപായിരുന്നു ഇത്. താമരശ്ശേരിയിൽ ശ്രീഹരിയുടെ ഹോട്ടലിനടുത്ത് വെച്ചായിരുന്നു കൂടിക്കാഴ്ച. വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ഈ സംഘം ജിനേഷിനെ മർദ്ദിച്ചതായി രേഷ്മ പറഞ്ഞു. രേഷ്മയുടെ സാന്നിധ്യത്തിലാണ് ക്രൂരമായി മർദ്ദിച്ചത്. പിടിച്ചുമാറ്റാൻ നോക്കിയതിനെ തുടർന്ന് രേഷ്മയുടെ കൈക്ക് പരിക്കുണ്ടായിരുന്നു. വാഹനത്തിൽ നിന്ന് ചാടുമെന്ന് പറഞ്ഞതോടെയാണ് സംഘം ജിനേഷിനെ വിട്ടയക്കാൻ തയ്യാറായതെന്നും രേഷ്മ പറഞ്ഞുവെന്ന് ശ്രീഹരി വ്യക്തമാക്കുന്നു. രേഷ്മയുടെ മരണത്തിന് പിന്നിൽ ഈ സംഘത്തിന്റെ ഭീഷണി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും ആ സാധ്യത ശ്രീഹരി തള്ളിക്കളയുന്നില്ല. തന്റെ കേസിൽ പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന് രേഷ്മയോടൊന്ന് പറഞ്ഞിരുന്നുവെന്നും ശ്രീഹരി പറയുന്നു. ശ്രീഹരിയുടെ സുഹൃത്ത് ഈ സംഘത്തിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. ഇതിന്റെ പേരിൽ ശ്രീഹരിയുടെ ഭാര്യയുടെ പേരിലുള്ള ബ്രസാക്കാർ ബ്ലേഡ് മാഫിയ സംഘം ബലം പ്രയോഗിച്ച് തട്ടിയെടുത്തു. ഇതിൽ നിയമ നടപടികൾ തുടരുകയാണ്. ഈ കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പലതരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളും ശ്രീഹരി നേരിടുകയുണ്ടായി. വീട്ടുകാരെ പോലും അപായപ്പെടുത്തുമെന്നായിരുന്നു ഭീഷണി. രേഷ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് താനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്നും ഭീഷണി തുടരുകയാണ്. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ശ്രീഹരി വ്യക്തമാക്കി.